ഫേസ്ബുക്ക് നിറയെ ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മുൻ മന്ത്രിയും MLA ആയിരുന്ന ആളിനെക്കുറിച്ചുള്ള സങ്കട പെരുമഴയാണ്. ചേർത്ത് പിടിക്കലുകളാണ്, മഹത്വപ്പെടുത്തലാണ്, കാര്യക്ഷമതയെക്കുറിച്ച് പറയലാണ്. ഏതാണ്ടൊക്കെയോ എല്ലാവരും പറഞ്ഞ് ആവേശപൂർവ്വം ആവേശം കൊള്ളുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനുമായി ഞങ്ങൾ നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടേ ഇല്ല. പരസ്പരം ഒരു സലാം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നേർക്കുനേരെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്നത് ഒരു വ്യക്തിക്കപ്പുറത്ത് ഒരു പ്രതിഭാസമായി കാണാനാണ് എനിക്കിഷ്ടം. അതായത് ഒരു മനുഷ്യനെ എന്തെങ്കിലും തരത്തിലൊരു പിഴവിൻ്റെ പേരിൽ എറിഞ്ഞിടുക, ആ എറിഞ്ഞിട്ട് അവിടെ ഒറ്റപ്പെടുത്തുക. അപ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാവരും അതിൻ്റെ പ്രതിഫലമോ ഗുണമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ കിട്ടിയ ആളുകളെല്ലാവരും നിശബ്ദരായി നിൽക്കുക. ആ മനുഷ്യൻ ഒറ്റയ്ക്കതെല്ലാം സഹിക്കുക. അതെല്ലാം നേരിട്ട ശേഷം സമാനമായി പലതും സംഭവിക്കുമ്പോൾ അവർക്കാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തതിൻ്റെ അത്രയും മുഴുവൻ കാര്യങ്ങളും തലയിലെഴുത്ത് പോലെ ഒരു മനുഷ്യൻ അനുഭവിച്ച് തീർക്കുക. ഒടുവിൽ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടി കാര്യക്ഷമതയും കരുത്തുമൊക്കെ പറഞ്ഞ് വല്ലാണ്ട് അങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് പറയുക. എന്തൊരു കാവഡ്യമാണ് ഈ ലോകത്തിന്. ഞാൻ ആലോചിച്ചു പോയി. ഇബ്രാഹിം കുഞ്ഞെന്ന ആ കുറുകിയ മനുഷ്യന് സാധാരണ കാണുന്ന ഒരു പൊളിറ്റിക്കൽ രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലോ ഒന്നും നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയില്ല. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സൗമ്യനായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ. ഈ വടക്കൻ കേരളത്തിൽ അവിടെ ലീഗിനൊരു സവിശേഷമായ ഒരു ക്ലൗട്ടുണ്ട്. ആ ഒഴുക്കിൽ ആരെവിടെ നിന്നാലും ജയിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. എന്നാൽ മധ്യ കേരളത്തിൽ അങ്ങനെയല്ല. ഒരു ഹെട്രോജീനസായ സൊസൈറ്റിയിൽ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ബാക്കിയുള്ള ഹിന്ദുക്കളും ഒക്കെ അടങ്ങുന്നൊരു സ്ഥലത്ത് രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തി വിജയിക്കുക, അതും 4 തവണ, അതൊരു നിസ്സാര എഫേർട്ടല്ല. അതിൽ 2 തവണ അദ്ദേഹം മന്ത്രിയുമായി. യഥാർത്ഥത്തിൽ മറ്റൊരുപാട് പേർ ചെയ്തതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. എന്നാൽ മറ്റു പലരും ചെയ്യുന്നത് പോലെ മാത്രം ചെയ്ത ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എല്ലാവരും കൂടി അങ്ങ് എറിഞ്ഞിട്ടു. ആ എറിഞ്ഞിടുമ്പോൾ കുറേ പേർ നിശബ്ദമായി നോക്കി നിന്നു. മറ്റു കുറേ പേർ വിചാരിച്ച് ആ വീഴുന്നവൻ പോട്ടെ, ആ വീഴുന്നവനെ പിന്തുണച്ചാൽ നമ്മൾ കൂടി എന്തിന് അതിൻ്റെ ഒരു ഭാഗഭാക്കാവണം എന്ന് വിചാരിച്ചു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതേ ഞാനിനി വായിക്കാം. മുളയം പാലം, പത്താംകല്ല് പാലം, കുണ്ടമൺകടവ് പാലം, വെള്ളനാട് പാലം, അണിയിൽക്കടവ് പാലം, കുരിക്കുഴി, മൂന്നേറ്റുമുക്ക്, പുന്തലത്താഴം, കണ്ടച്ചിറ, യക്ഷിക്കുഴി, പെങ്ങാട്ടുകടവ്, തൈക്കാട്ടുശ്ശേരി, കുമാരകുടി, ചെമ്പിലാവ്, വട്ടമൂട്, തറപ്പേൽക്കടവ്, മുത്തേടുത്തിരി, കരിമ്പിൻ പാലം, പെരുമ്പിൻകുത്ത, കല്ലാർകുട്ടി, മൂന്നാർ ടൗൺ, മാരികപ്പാലം, സുമതിക്കട, പ്ലാക്കോട്ടം കടവ്, മേത്തനം, കോടനാട്, മറ്റത്താൻ കടവ്, എലുക്കര ഉളിയന്നൂർ, കുഴുത്തുപുള്ളി, കരുത്തോല, വടയിൽ തോട്, ഇങ്ങനെ എണ്ണി വന്നാൽ മൂന്നാർ എസ്റ്റേറ്റ്, ആയമ്പാറ, അരങ്ങമണം, കള്ളാർ പാലം എന്നിങ്ങനെ തുടങ്ങിയ 101 പാലങ്ങളാണ് ആ മനുഷ്യൻ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത്. അന്ന് ഓർക്കേണ്ടത്, നമ്മൾ പറയുന്ന കുഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനങ്ങളും ഇല്ലാതെ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവേശത്തിരമാല ഇല്ലാതെ അദ്ദേഹം ചെയ്തു തീർത്തത്. എല്ലാ പാർട്ടിക്കാർക്കും ഇഷ്ടം പോലെ അദ്ദേഹം കൊടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ പിൻബലമുള്ള ഒരു നിർമ്മാണ കമ്പനി ആയിരുന്നിട്ട് പോലും ഈ പറയുന്ന ഊരാലുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അടക്കം എത്രയോ നിർമ്മാണ പ്രവർത്തികൾ, എന്തെല്ലാം കാര്യങ്ങൾ രാഷ്ട്രീയ എതിരാളികളെന്നോ രാഷ്ട്രീയ പാർട്ടിക്കാരെന്നോ നോക്കാതെ അദ്ദേഹം സജീവമായി ചെയ്തു. പിരിച്ചിട്ടുണ്ടാവാം. കേരളത്തിൽ ആദ്യമായി പിരിക്കുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വാങ്ങുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണോ ഈ പറയുന്ന VK ഇബ്രാഹിം കുഞ്ഞ്? അല്ലാതെ ആരും വാങ്ങിയിട്ടില്ലേ? ബിനാമികളെ വെച്ച് വാങ്ങുന്നില്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്കെന്ന പേരിൽ പിരിക്കുന്നില്ലേ? അവരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും എന്ന പേരിൽ പലതരത്തിൽ മറിക്കുന്നില്ലേ? ഇദ്ദേഹം വാങ്ങി അല്ലെങ്കിൽ അങ്ങനെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചു അല്ലെങ്കിൽ ആരെയെന്നെങ്കിലും വാങ്ങി എന്നുള്ളതിനപ്പുറത്ത് അതിലേറെ കാശ് അല്ലെങ്കിൽ കിട്ടിയതിനോളം അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു. തൻ്റെ മണ്ഡലത്തിലെ സമുദായ സംഘടനകൾക്ക് കൊടുത്തു, അവരുടെ ദേവാലയ നിർമ്മാണങ്ങൾക്ക് കൊടുത്തു. പിന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പല സ്ഥലത്തെ പാർട്ടി ഓഫീസ് നിർമ്മാണങ്ങൾക്കും അദ്ദേഹം ഫണ്ട് കൊടുത്തു. അങ്ങനെ അടക്കം എല്ലാം കൊടുത്തിരിക്കുമ്പോഴാണ് ഒരു പാലത്തിൻ്റെ അഴിമതി ആരോപണം വരുന്നത്. ഇലക്ഷന് തൊട്ട് മുന്നേ അദ്ദേഹം രാഷ്ട്രീയമായി സഹായിച്ചവരും രാഷ്ട്രീയമായി പ്രതീക്ഷിച്ചവരും അദ്ദേഹം സഹായിച്ച ആളുകളിൽ നിന്നൊന്നും യാതൊരു കരുണയും ദയയും കിട്ടിയില്ല. എറിഞ്ഞിട്ടു. പാലത്തിൽ എന്തൊക്കെയോ സംഭവിച്ചെന്ന് പറഞ്ഞു. അവിടെ വന്ന് ചില യൂട്യൂബർമാരൊക്കെ ജെട്ടി ഊരി എറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ
തിരിച്ചടി അഥവാ അദ്ദേഹത്തിൻ്റെ തോൽവി ആ ആരോപണത്തോടെയും ആക്ഷേപത്തോടെയുമായിരുന്നു. അവിടെ വീണു ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മനുഷ്യൻ, അവിടെ വീണു. അതിനുശേഷം ഏതെല്ലാം പാലങ്ങൾ പൊളിഞ്ഞു, ഹൈവേ എത്ര എടുത്തിടിഞ്ഞു. ആരെങ്കിലും ആ മുദ്രയാർത്തി കൊടുത്തോ? അതിനാരെങ്കിലും കൂട്ടുനിന്നോ? അതിനാരെങ്കിലും മെനക്കെട്ടോ? ഇല്ലല്ലോ. അതാണ് UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിലുള്ളവനായാലും വീണാൽ കൈവിട്ടു, പിന്നവനില്ല, പിന്നവൻ രംഗത്തേയില്ല, എല്ലാവരും കൈവിട്ടു. കണ്ടില്ലേ പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് വന്നപ്പോൾ നമ്മുടെ ബിന്ദു കൃഷ്ണ മാഡം, ഷാനിമോൾ ഉസ്മാൻ മാഡം ഇവരൊക്കെ എത്ര കട്ടിക്ക് ആവശ്യപ്പെട്ടു അവനെ ജയിലിലടയ്ക്കണം, പിടിക്കണം, മാടിക്കണം, തള്ളിയിടണമെന്നൊക്കെ. PT കുഞ്ഞു മുഹമ്മദിന് വന്നിട്ട് അവരാരെങ്കിലും മിണ്ടിയോ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും അങ്ങനെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ തള്ളിയിട്ടു. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കലല്ലേ നല്ലത്. അപ്പോഴേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വപ്പെടുത്തലും രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയും കരുത്തുമൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഇബ്രാഹിം കുഞ്ഞിന് മാത്രമല്ല. ഇബ്രാഹിം കുഞ്ഞ് മരിച്ചുപോയി. ഇനി ജീവിച്ചിരിക്കുന്ന ഒത്തിരി പേർക്ക് കൂടി ഇതൊരു ഗുണപാഠമാണെന്ന് മറക്കാതിരിക്കാം. അല്ലെങ്കിലും ലോകമേ കാപഢ്യമായതുകൊണ്ട് ആ കാപഢ്യത്തിൽ ഞാനും പങ്കെടുക്കുന്നു. പരലോകം അദ്ദേഹത്തിൻ്റെ വിജയിപ്പിക്കട്ടെ. അവിടെയെങ്കിലും അദ്ദേഹം ചെയ്ത നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അത്രമാത്രം.